ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കിങ് വിരാട് കോഹ്ലിയുടെ സിംഹാസനത്തിലേക്ക് അടുത്ത അവകാശി എത്തിയത് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണിലൂടെയാണോ? ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്ലാസിക് ബാറ്ററും ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ഇതിഹാസവുമായ ഹഷീം അംല ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തിന് ഇന്ത്യ കണ്ടെത്തിയ ഏറ്റവും മികച്ച ദീർഘകാല പകരക്കാരൻ സഞ്ജു സാംസൺ മാത്രമാണെന്ന് അംല തുറന്നു പറയുന്നു. ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു നടത്തിയ ആ മാസ്മരിക ഇന്നിംഗ്സും റൺ ചേസുകളിലെ ശാന്തതയും വിരാട് കോഹ്ലിയുടെ അതേ ശൈലിയായിരുന്നു എന്ന് അംല അടിവരയിട്ട് പറയുമ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സഞ്ജുവിന് പിന്നീട് അവസരങ്ങൾ ലഭിച്ചില്ല? അതിനുശേഷം സഞ്ജുവിന് എന്താണ് സംഭവിച്ചത്? BCCIയുടെ കണ്ണു തുറപ്പിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ ചർച്ചയാകുന്ന ഹഷീം അംലയുടെ ഈ വമ്പൻ തുറന്നുപറച്ചിലിന്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ക്രിക്കറ്റിലെ ഇതിഹാസങ്ങൾ എപ്പോഴും ആരുടെയും മുഖം നോക്കാതെ സത്യം സംസാരിക്കുന്നവരാണ്. അതിൽ മുൻപന്തിയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ ഹഷീം അംലയുടെ സ്ഥാനം. ലോകത്തെ ഏതു ബൌളിംഗ് ലൈനപ്പിനെയും തന്റെ ക്ലാസിക് ബാറ്റിംഗ് ശൈലി കൊണ്ട് മെരുക്കിയ അംല സഞ്ജു സാംസന്റെ ബാറ്റിംഗിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏതൊരു മലയാളി ക്രിക്കറ്റ് പ്രേമിയുടെയും നെഞ്ച് അഭിമാനം കൊണ്ട് വീർപ്പിക്കുന്നതാണ്. അംലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ T20 ലോകകപ്പ് കണ്ടപ്പോൾ ഇന്ത്യ വിരാട് കോഹ്ലിക്ക് പറ്റിയ പകരക്കാരനെ കണ്ടെത്തിയെന്നാണ് ഞാൻ കരുതിയത്. പ്രത്യേകിച്ച് ചേസിംഗുകളിൽ വിരാട് ബാറ്റ് ചെയ്യുന്നത് പോലെയാണ് സഞ്ജുവിനെ കണ്ടത്. ആ ടൂർണമെന്റിലെ 3 പ്രധാന ഇന്നിംഗ്സുകൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരായ പ്രകടനം, വിരാട് കോഹ്ലി എങ്ങനെയാണോ ഇന്നിംഗ്സ് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു. ചിന്തിച്ചു നോക്കൂ, ലോകം കണ്ട ഏറ്റവും വലിയ ചീസ് മാസ്റ്ററായ വിരാട് കോഹ്ലിയുമായിട്ടാണ് അംല സഞ്ജുവിനെ താരതമ്യം ചെയ്യുന്നത്. സഞ്ജു വെറുമൊരു അഗ്രസീവ് ഹിറ്റർ മാത്രമല്ല, കളിയുടെ സാഹചര്യം മനസ്സിലാക്കി ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ ശേഷിയുള്ള യഥാർത്ഥ മാച്ച് വിന്നറാണ് എന്ന് അംല സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഹഷീം അംല സഞ്ജുവിൽ വിരാട് കോഹ്ലിയെ കണ്ടത്? നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കണം. T20 ഫോർമാറ്റിൽ വെറുതെ വന്ന് അടിച്ചു തകർക്കുക എന്നത് എളുപ്പമാണ്. എന്നാൽ ഒരു വലിയ റൺ ചേസിൽ വിക്കറ്റുകൾ വീഴുമ്പോൾ ഒരു വശത്ത് ഉറച്ചുനിന്ന് ഓരോ പന്തിന്റെയും മെരിറ്റ് അനുസരിച്ച് ബാറ്റ് ചെയ്ത് ടീമിനെ വിജയതീരത്തെത്തിക്കുക എന്നത് ഒരു കലയാണ്. വിരാട് കോഹ്ലി വർഷങ്ങളായി ചെയ്തു പോകുന്നത് ആ കലയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആ നിർണായക മത്സരത്തിൽ സഞ്ജു ചെയ്തതും അതുതന്നെയാണ്. തുടക്കത്തിൽ ശാന്തനായി ഇന്നിംഗ്സ് ആങ്കർ ചെയ്തു. റിസ്ക് ഇല്ലാതെ സിംഗിളുകളും ഡബിളുകളും കണ്ടെത്തി. റൺ റേറ്റ് കൈവിട്ടു പോകാൻ തുടങ്ങിയപ്പോൾ ക്രീസിലെ മാസ്റ്ററായി മാറി കൂറ്റൻ സിക്സറുകൾ പറത്തി ടീമിനെ ജയിപ്പിച്ചു. ഒരു പെർഫെക്റ്റ് വിരാട് കോഹ്ലി ക്ലാസ്. ഇന്നിംഗ്സ് പേസ് ചെയ്യുന്നതിലും ബോളിംഗ് മാറ്റങ്ങൾക്കനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിലും സഞ്ജു കാണിച്ച ആ പക്വതയാണ് വിരാടിന്റെ ദീർഘകാല പകരക്കാരൻ സഞ്ജു തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് ഹഷീം അംലയെ എത്തിച്ചത്. തന്റെ വാക്കുകളുടെ അവസാനം ഹഷീം അംല ഉന്നയിച്ച ആ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്ന് അംലയുടേത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ ചോദ്യമാണ്. അംല തുടർന്നു പറഞ്ഞു: വിരാട് കോഹ്ലിക്ക് ഇന്ത്യ കണ്ടെത്തിയ ദീർഘകാല പകരക്കാരനാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അതിനുശേഷം സഞ്ജുവിന് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. അതെ, ലോകകപ്പിൽ ഇന്ത്യയുടെ രക്ഷകനായി മാറിയ വിരാട് കോഹ്ലിയുടെ പകരക്കാരനാകാൻ എല്ലാ യോഗ്യതയുമുള്ള ഒരു താരത്തിന് തൊട്ടടുത്ത മാസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും സഞ്ജുവിന് ടീമിൽ സ്ഥിരമായ ഒരു ഇടം നൽകാതിരുന്നത്? വിദേശ കളിക്കാരും ക്രിക്കറ്റ് വിദഗ്ധരും പോലും അത്ഭുതത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ലോകം മുഴുവൻ സഞ്ജുവിന്റെ ടാലന്റ് തിരിച്ചറിയുമ്പോൾ BCCIയും ഇന്ത്യൻ സെലക്ടർമാരും മാത്രം എന്തുകൊണ്ടാണ് സഞ്ജുവിനെ കാണാതെ പോകുന്നത്? ഇതാണ് അംല ചോദിച്ച ആ ചോദ്യത്തിന്റെ യഥാർത്ഥ അർത്ഥം. വിരാട് കോഹ്ലി T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ ഇന്ത്യൻ ടീമിൽ ആ നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 പൊസിഷനിൽ ഒരു വലിയ വിടവ് വന്നിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് ടെക്നിക്കലിയും മെന്റലിയും ഏറ്റവും യോഗ്യൻ സഞ്ജു സാംസൺ തന്നെയാണ് എന്ന് ഹഷീം അംലയെ പോലൊരു ഇതിഹാസം പറയുമ്പോൾ സെലക്ടർമാർക്ക് ഇനി അത് കാണാതിരിക്കാൻ കഴിയില്ല. തനിക്കെതിരെ എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും, തന്നെ എത്രയൊക്കെ പുറത്തിരുത്തിയാലും, ക്രീസിൽ ഇറങ്ങിയാൽ താൻ എന്താണെന്ന് ബാറ്റ് കൊണ്ട് കാണിച്ചു തരാൻ സഞ്ജുവിന് കഴിയും. ഇതിഹാസങ്ങൾ നൽകുന്ന ഈ അംഗീകാരങ്ങൾ സഞ്ജുവിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാകുമെന്നതിൽ സംശയമില്ല. അംല ചൂണ്ടിക്കാണിച്ചതുപോലെ കോഹ്ലിയുടെ ആ സിംഹാസനം ഏറ്റെടുക്കാൻ സഞ്ജു സാംസൺ സജ്ജനാണ്. അതിന് BCCI സഞ്ജുവിന് അർഹിക്കുന്ന പിന്തുണയും തുടർച്ചയായ അവസരങ്ങളും നൽകണമെന്ന് മാത്രം. കൂട്ടുകാരെ, ഹഷീം അംലയുടെ ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? സഞ്ജു സാംസൺ ശരിക്കും വിരാട് കോഹ്ലിയുടെ യഥാർത്ഥ പകരക്കാരനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അംല ചോദിച്ചതുപോലെ ലോകകപ്പിനു ശേഷം സഞ്ജുവിനെ തഴഞ്ഞ BCCIയുടെ തീരുമാനത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. സഞ്ജു സാംസൺ എന്ന ഈ ഗ്രേറ്റ് പ്ലെയറെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള മാസ് വിശകലനങ്ങൾക്കും വിവരങ്ങൾക്കുമായി നമ്മുടെ സ്പോർട്സ് ബീറ്റ്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. നന്ദി.